സ്തോത്രം. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണോ ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമാതാ നിൻമൊഴികൾ ആഴിയതിൽ ഓളങ്ങളാ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുവേ പവനമതിൽ അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ കാണാൻ ദേശമത്. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 47 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. സകല ജാതികളും ആയുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവ് ആകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽ കീഴും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തെരഞ്ഞെടുത്ത് തന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. ദൈവം ജയഘോഷത്തോടും യഹോവ കാഹളനാദത്തോടും കൂടി ആരോഹണം ചെയ്യുന്നു. ദൈവത്തിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. നമ്മുടെ രാജാവിന് സ്തുതി പാടുവിൻ, സ്തുതി പാടുവിൻ. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ദൈവം ജാതികളെ ഭരിക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാം ദൈവത്തിൻ്റെ ജനമായി ഒന്നിച്ചുകൂടുന്നു. ഭൂമിയിലെ പരിചകൾ ദൈവത്തിനുള്ളവയല്ലോ, അവൻ ഏറ്റവും ഉന്നതൻ ആയിരിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നിന്നും അല്പമായി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. 118 സങ്കീർത്തനം 22 വാക്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. തള്ളിക്കളഞ്ഞത് എന്നതിനെ കുറിച്ച് ഹല്ലേലൂയ അല്പമായി നമുക്ക് ചിന്തിക്കാം. പ്രിയ സ്നേഹിത, നിന്റെ മുറിവുകൾ ഹല്ലേലൂയ ആമേൻ, അതായത് നിന്റെ ഹൃദയത്തിനേറ്റതായ മുറിവുകൾ, റിജക്റ്റ് ചെയ്യപ്പെട്ടതായ അവസ്ഥകൾ വീട് പണിയുന്നവർ നോക്കി അളന്നു പറഞ്ഞു, ഇത് കൊള്ളില്ല, അവരുടെ അളവനുസരിച്ച് നീ ചേരുകയില്ല, അവരുടെ പ്ലാനിൽ നീ ഫിറ്റാകയില്ല എന്ന് മനുഷ്യർ തള്ളി. എന്നാൽ ദൈവം അത് മൂലക്കല്ലാക്കി തീർത്തു. ദൈവം ആ കല്ലെടുത്ത് പൊടി തട്ടി തിരിച്ചു വച്ച് ഒന്നാമത്തെ സ്ഥാനത്ത് എല്ലാം അതിൽ ഉറയ്ക്കുന്ന സ്ഥാനത്ത് മനുഷ്യൻ തള്ളിയത് ദൈവം അത് അടിത്തറ കല്ലാക്കി മാറ്റി. ഹല്ലേലൂയ. ദൈവം അങ്ങനെ തീർത്തിരിക്കുന്നു. പ്രിയരെ, നീ ഇപ്പോഴും തള്ളപ്പെട്ട കല്ലാണോ? അല്ല, കർത്താവായ ക്രിസ്തു വന്നു കഴിഞ്ഞു. അവൻ തന്നെയാണ് ആ മൂലക്കല്ല്. അവനിൽ ചേർക്കപ്പെട്ട നീയും ഇനി തള്ളപ്പെടുകയില്ല. നിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യർ നിന്നെ തള്ളിയവർ അല്ല നിന്റെ വില കൽപ്പിക്കുന്നത്. നിന്നെ എടുത്തു വെച്ച നമ്മുടെ കർത്താവാണ് നിനക്ക് വില കൽപ്പിക്കുന്നത്. നോവിച്ച കഥയ്ക്ക് ദൈവത്തിൻ്റെ കൈ പതിഞ്ഞപ്പോൾ അത് സാക്ഷ്യത്തിനായി കഥയായി മാറുന്നു. നീ എന്തു തോന്നുന്നു? നീ തള്ളപ്പെട്ട കല്ലാണോ? അല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കല്ലാണ് എന്ന് നിനക്ക് തോന്നുന്നുവോ? ഹല്ലേലൂയ ആമേൻ. പ്രകൃതി നിയമം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 11:29 കാണുന്നു. വിശ്വാസത്താൽ
അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസമുള്ളവർക്കായി തുറക്കപ്പെടുന്ന വഴി അവിശ്വാസികൾക്ക് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ ഉണങ്ങിയ നിലത്തുകൂടെ എന്ന പോലെ ചെങ്കടൽ കടന്നു. എങ്കിലും അതേ പാതയിലൂടെ കടന്നു പോകുവാൻ പരിശ്രമിച്ച മിസ്രൈമ്യർക്ക് അത് കാരണമായി തീർന്നു. ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണ് അവർക്ക് ചെങ്കടൽ കടക്കുവാൻ കഴിഞ്ഞത് എന്നാണ് ഇത് വെളിപ്പെടുത്തുന്നത്. മിസ്രൈമ്യർ സമുദ്രത്തിലൂടെ മുന്നോട്ട് പോകുന്തോറും അവരുടെ വഴി വളരെ ആഴമുള്ളതായി അവർക്ക് തോന്നിയിരിക്കും. കൂടാതെ ഇരുവശത്തും വലിയ മതിൽ പോലെ നിന്ന സമുദ്രത്തിലെ വെള്ളം ഏത് നിമിഷവും മടങ്ങി വരാം എന്ന ചിന്ത അവരെ ഭയപ്പെടുത്തിയിരിക്കാം. ഒരു പക്ഷേ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിമിംഗലങ്ങൾ, ചീങ്കണ്ണികൾ തുടങ്ങിയ പലവിധ ജീവികളെ അവർ കണ്ടിരിക്കാം. അവ വെള്ളത്തിൽ നിന്ന് ചാടി വന്ന് അവരെ ആക്രമിച്ചേക്കാം എന്ന ഭയവും അവരെ കീഴ്പ്പെടുത്തിയിരിക്കാം. ഈ സന്ദർഭത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് മടങ്ങിപ്പോകണമെന്ന ചിന്തയും ഉണ്ടാകാം. ഫറവോന് സൈന്യവും ഇസ്രായേൽ മക്കളെ പിന്തുടർന്ന് ചെങ്കടലിൽ എത്തിയപ്പോൾ പെട്ടെന്ന് വെള്ളം തിരിച്ചു വന്നതിനാൽ ചേറും ചെളിയുമായി വെള്ളത്തിൽ അവരുടെ രഥങ്ങൾ കുടുങ്ങിപ്പോയത് അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ ആയിരുന്നിട്ടും ഹല്ലേലൂയ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:2 ദൈവ മക്കൾക്കുള്ള വാഗ്ദത്തം ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം ആയിരുന്നു. വിശ്വാസത്താൽ നടക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഉണങ്ങിയ നിലം കാണുവാൻ കഴിയുന്നത്. പ്രകൃത്യാതീതനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പ്രകൃതി നിയമം പ്രകൃത്യാതീതം ആകുന്നത്. ഏലിയാവിന് വേണ്ടി മാത്രമാണ് കാക്കകൾ അവയുടെ ജന്മ സ്വഭാവത്തെ മാറ്റിയത്. അവിശ്വാസികളുടെ മുന്നിൽ സമുദ്രത്തിലെ വെള്ളം പ്രകൃതി നിയമപ്രകാരം നിഷ്പ്രയാസം മടങ്ങി വന്നു. പ്രിയരെ, ദൈവം യോശുവയുടെ വിശ്വാസത്തെ മാനിച്ച് സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ പ്രകൃതി നിയമത്തെ മാറ്റി അവയെ ആകാശത്തിൽ ഒരു ദിവസം മുഴുവൻ നിർത്തിയതുപോലെ നീയും വിശ്വാസത്താൽ നടന്നാൽ നിനക്ക് വേണ്ടി പ്രകൃതി നിയമത്തെ പോലും മാറ്റുവാൻ അവൻ ശക്തനായ ദൈവമായി നമ്മോട് കൂടെയുണ്ട്. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യവും. വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അങ്ങ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുവാൻ തക്കവണ്ണം ഒരു ദിനം കൂടി നീട്ടിത്തന്ന ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. ദൈവം ചെയ്ത സകല നന്മകൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം കർത്താവെ. നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അനുഗ്രഹിക്കണം, മാനിക്കണമേ. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, സൗഖ്യവും വിടുതലും സമാധാനവും നൽകി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് നാളുകളിൽ അത്ഭുത സാക്ഷികളായി തീരുവാൻ യേശു എനിക്ക് നല്ലവനായി, വല്ലഭനായി, സൗഖ്യദായകനായി എന്നോട് കൂടെ ഇരുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ ഹല്ലേലൂയ സമാധാനത്താൽ നിറഞ്ഞു മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കുമ്പോൾ എനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.